അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇമാം ഷക്കീഖുൽ ബൽഖി റഹിമഹുള്ളയുടെ ശിഷ്യനായിരുന്നു ആത്തിമുൽ അസം റഹിമഹുല്ല. ആത്തിമുൽ അസം താബിയായിട്ടുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു. താബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഹാബികളോടൊത്ത് സഹവസിച്ചിട്ടുള്ള ആളുകളാണ്. ഷക്കീഖുൽ ബൽഖി റഹിമഹുല്ലയുടെ കീഴിൽ 33 വർഷം ആത്തിമുൽ അസം റഹിമഹുല്ല വിദ്യ അഭ്യസിച്ചു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി 33 വർഷം അദ്ദേഹം ചെലവഴിച്ചു. 33 വർഷം കഴിഞ്ഞതിന് ശേഷം ഷക്കീഖുൽ ബൽഖി റഹിമഹുല്ല ആത്തിമുൽ അസമിനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ കീഴിൽ നീ ദീർഘമായ 33 വർഷം അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു. എൻ്റെ കീഴിൽ നിന്ന് നീ പഠിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് ആത്തിമുൽ അസം റഹിമഹുല്ല പറഞ്ഞത് 8 കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ ഷക്കീഖുൽ ബൽഖി റഹിമഹുല്ലക്ക് ആശ്ചര്യം തോന്നി. നീണ്ട 33 വർഷം ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയിട്ടും 8 കാര്യങ്ങൾ മാത്രമാണോ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ 8 കാര്യങ്ങൾ ആത്തിമുൽ അസം റഹിമഹുല്ല പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒന്നാമത് പറഞ്ഞ കാര്യമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. ആത്തിമുൽ അസം റഹിമഹുല്ല പറഞ്ഞു, ഞാൻ ജനങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ആളുകളൊക്കെ ഓരോന്നിൻ്റെ പിന്നിൽ അവർക്കൊക്കെ പ്രിയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് നമ്മളെ ഭാഷയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മളിപ്പം ആളുകളെ നോക്കുമ്പം ഓരോ ആളുകൾക്കും പ്രിയപ്പെട്ടതായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ചിലർക്ക് വീടാവും, ചിലർക്ക് മക്കളാവും, ചിലർക്ക് ഭാര്യമാരാവും, ചിലർക്ക് ഭർത്താക്കന്മാരാവും, ചിലർക്ക് വാഹനങ്ങളാവും, ചിലർക്ക് കൃഷിസ്ഥലമാകും, ചിലർക്ക് ബിസിനസ്സായിരിക്കും, ചിലർക്ക് മൊബൈലാവും. ഇങ്ങനെ ഓരോ പ്രിയങ്കരമായിട്ടുള്ള ഓരോന്നുമായിട്ടുള്ള കണക്ഷൻ അത് വളരെ പവർഫുള്ളായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ആളുകളെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഓരോ ആളുകൾക്കും പ്രിയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. എന്നാൽ ഈ ഒരാൾക്ക് പ്രിയങ്കരമായിട്ട് പലതുമുണ്ട്. എന്നാൽ അയാളെ ഖബറിലേക്ക് താഴ്ത്തുന്നതോടുകൂടി ഈ അയാൾക്ക് എന്താണോ പ്രിയങ്കരമായിട്ടുള്ളത് അതും അയാളും തമ്മിൽ വേർപാട് സംഭവിക്കുകയാണ്. അയാളെ ഖബറിലേക്ക് താഴ്ത്തുന്നതോടുകൂടി അയാൾക്ക് പ്രിയപ്പെട്ടതൊന്നും തന്നെ അയാളോടൊപ്പം ആ ഖബറിലേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ള പലതും ഉണ്ടാകും. നമ്മൾ എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. എന്നാൽ അവരെയൊക്കെ ആ ഖബറിലേക്ക് താഴ്ത്തുമ്പം അവർക്ക് വളരെ പ്രിയപ്പെട്ട അവരുടെ ഭാര്യ ഖബറിലേക്ക് പോകുന്നില്ല, മക്കൾ പോകുന്നില്ല. അവരെ വളരെ സൂക്ഷിച്ച് തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടന്നിരുന്ന വാഹനങ്ങൾ ഖബറിലേക്ക് ആരും താഴ്ത്തുന്നില്ല. അവരുടെ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ അത് ഖബറിലേക്ക് വെക്കുന്നില്ല. അവരുടെ ആധാരങ്ങൾ, അവരുടെ ആ കഫൻ അതിൻ്റെ ആ തുണിയുടെ ഉള്ളിൽ വെക്കുന്നില്ല. ATM കാർഡുകൾ വെക്കുന്നില്ല. അപ്പോൾ എന്താണോ ഈ ഭൗതിക ലോകത്ത് പ്രിയങ്കരമായിട്ടുള്ളത് അതും ഈ മരണപ്പെട്ട ആളും തമ്മിൽ ഒരു വേർതിരിവ്, ഒരു വിടവ് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആയത്ത്, ഒരു ഹദീസ്, ഒരു വചനം എൻ്റെ ചിന്തയിലേക്ക് വന്നു. അത് യത്ബഉൽ മയ്യത്ത സലാസ്, ഒരു മയ്യത്തിനെ 3 എണ്ണം പിന്തുടരും. അഹ്ലുഹു വ മാലുഹു വ അമലുഹു, അവൻ്റെ കുടുംബം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ അമലുകൾ. അതിൽ ഫയർജു ഇസ്നാനി, 2 എണ്ണം തിരിച്ചു പോകും. വയബ്ക വാഹിദുൻ, 1 മാത്രം ബാക്കിയാവും. അതെന്താണ്? അത് അവൻ്റെ അമല് മാത്രമാണ് എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ എൻ്റെ ഖബറിലേക്ക് എന്നെ താഴ്ത്തുമ്പോൾ എന്നോടൊപ്പം വരുന്നത് എൻ്റെ ഹസനാത്തുകൾ മാത്രമാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരേണ്ടത് എൻ്റെ ഹസനാത്തുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരേണ്ടത് എൻ്റെ ഹസനാത്തുകളാണ്. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഖബറിലേക്ക് എൻ്റെ ഹസനാത്തുകളും അയാൾ ചെയ്ത സയ്യിആത്തുകൾ തിന്മകളുണ്ടെങ്കിൽ അതും വരും. അപ്പോൾ ഈ ഹസനാത്തുകളാണ് ആ ഖബറിൽ അയാൾക്ക് സന്തോഷം പകരുന്നത്. ആ ഒരു ഖബറിലെ ആ ഒരു ഏകാന്തതയിൽ, ആരുമില്ലാതിരിക്കുന്ന ആ ഒരു ഏകാന്തതയിൽ അയാളെ സന്തോഷിപ്പിക്കുന്നത് ഹസനാത്തുകളാണ് എന്നുള്ളത്. നമ്മൾക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ സുഹൃത്തുക്കൾ, ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പലപ്പോഴും യഥാർത്ഥ സുഹൃത്ത് ആരാണ് എന്ന് പരിശോധിക്കാൻ പലപ്പോഴും പറയുന്നതാണ്, നിൻ്റെ പ്രയാസവേളയിൽ ആരാണ് നിന്നോടൊപ്പം നിൽക്കുന്നത് അവനാണ് നിൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത് സാധാരണ നമുക്കൊക്കെ അറിയുന്നതാണ്. കാരണം നല്ല സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് ആളുകൾ സുഹൃത്തുക്കളായിട്ടുണ്ടാകും. എന്നാൽ അയാൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാണോ അയാളോടൊപ്പം നിൽക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് എന്നുള്ളത്. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനേക്കാൾ അയാൾ ജീവിക്കേണ്ടത് മരണശേഷമുള്ള ജീവിതമാണ്. ദുനിയാവിലെ പ്രതിസന്ധികളേക്കാൾ അയാൾ അഭിമുഖീകരിക്കേണ്ടത് മരണാനന്തര ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട വിചാരണ, ഖബറിലെ ഏകാന്തത, മഹ്ശറിലുള്ള ആ ഒരു നിൽപ്പ്, ഇങ്ങനെയുള്ള വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് നമ്മളോടൊപ്പം ആരാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ സാധാരണ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഖുർആൻ വചനമാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖിഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനി. നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മളോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ പിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, അല്ലേ? നമ്മൾക്കൊരു അസുഖം വന്നാൽ, നമ്മൾ എത്ര വലിയ നമ്മൾക്കൊരു അസുഖം വന്നാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ എത്ര സൗകര്യം കുറഞ്ഞായാലും, മെഡിക്കൽ കോളേജിലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആ വീട്ടിലുള്ള ആ സൗകര്യമൊന്നും അവിടെ ഉണ്ടാവില്ല. എന്നാലും ആ കൊതുകിൻ്റെ കടിയേറ്റിട്ടൊക്കെ നമ്മളെ പരിചരിക്കാൻ ഒരു നിഴൽ പോലെ നമ്മുടെ പിതാവുണ്ടായിരിക്കാം, മാതാവുണ്ടായിരിക്കാം, ഭാര്യയുണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മളോടൊപ്പം ഈ ദുനിയാവിൽ സഹവസിച്ച ഈ ആളുകളൊന്നും തന്നെ നാളെ മഹ്ശറിൽ നമ്മളെ തിരിഞ്ഞു നോക്കാതെ ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് ആകുലപ്പെട്ട് ഓടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തുണയായിട്ട് വരുന്നത് ഹസനാത്തുകളാണ്. അതിൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഖിറാഅത്ത് നടത്തുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബിഹി. ഈ ഖുർആൻ യൗമുൽ ഖിയാമത്തിൽ അതിൻ്റെ സാഹിബിന്, അതിൻ്റെ സഹചാരിക്ക് ശുപാർശക്കാരനായിട്ട് വരുമെന്നുള്ളത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയാൻ വരുന്നത് നമ്മുടെ മൊബൈലിലുള്ള നമ്മൾ ഓതുന്ന ഖുർആനായിരിക്കും, നമ്മുടെ വീട്ടിൽ ഷെൽഫിൽ വെച്ചിട്ടുള്ള ഖുർആനായിരിക്കും. ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് തുണയായിട്ട് ആരാണ് ഉണ്ടാവുക എന്ന്, ആ തുണയായിട്ട് വരുന്നവരെ നമ്മൾ ഏറ്റവും മെഹബൂബീങ്ങളായിട്ട്, ഏറ്റവും നമുക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ഈ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്നവരാക്കിയിട്ട് മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്, ആ പ്രതിസന്ധികളിൽ എന്നെ സഹായിക്കുന്ന ആ കൂട്ടുകാരോട് എൻ്റെ ഇപ്പോഴത്തെ സമീപനമാണ് എന്താണ്, ഹസനാത്തുകളോട് എൻ്റെ സമീപനം എന്താണ്, വിശുദ്ധ ഖുർആനോട് എൻ്റെ സമീപനം എന്താണ്, ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ, ഖുർആൻ പരിഭാഷ മനസ്സിലാക്കാൻ, ഖുർആനെക്കുറിച്ച് ചിന്തിക്കാൻ, ഖുർആൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഖുർആൻ സ്വന്തം ജീവിതത്തിൽ പകർത്താനൊക്കെ നമ്മൾ എത്ര സമയം നമ്മൾ ജീവിതത്തിൽ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മൂമിനെ കുറിച്ച് പറയുന്നുണ്ട്, മസലുൽ മുഅ്മിനില്ലദീ യഖ്റഉൽ ഖുർആൻ കമസലിൽ ഉത്റുജ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മൂമിൻ ഖിറാഅത്ത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ആ ഖിറാഅത്ത് നടത്തുന്ന മൂമിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. മസലുൽ മുഅ്മിനില്ലദീ യഖ്റഉൽ ഖുർആൻ കമസലിൽ ഉത്റുജ. ഖുർആൻ ഖിറാഅത്ത് നടത്തുന്ന ഒരു മൂമിൻ ഒരു നാരങ്ങ പോലെയായിരിക്കും. റീഹുഹാ ത്വയ്യിബുൻ വ തഹ്മുഹാ ത്വയ്യിബുൻ. അതിൻ്റെ മണം നല്ലതാണ്, അതിൻ്റെ രുചി നല്ലതാണ് എന്നുള്ളത്. ഈ ഒരു ഹദീസ്
ഒരു ഖുർആൻ പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന, ഹിഫ്ള് ചെയ്യുന്ന, അത് പറയുന്ന ഒരു മൂമിനിൻ്റെ അടുക്കലുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന്, അത് നല്ല മാധുര്യമുള്ളതായിരിക്കും, ടേസ്റ്റ് ഉള്ളതായിരിക്കും. മാത്രമല്ല രണ്ടാമത്തത്, അത് നല്ല സ്മെല്ലുള്ളതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സംഗതി, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ മനസ്സിലാക്കുന്ന, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന, ഖുർആൻ പ്രചരിപ്പിക്കുന്ന ഒരാളുടെ, അയാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ ആ ഖുർആനിക വചനങ്ങൾ അയാളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാധുര്യം അയാൾക്ക് അനുഭവപ്പെടും. ഖുർആനുമായിട്ടുള്ള ആ ഒരു സഹവാസം, അതോടൊപ്പം തന്നെ ഒരു വസ്തു, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാരങ്ങ തന്നെ, അത് നമ്മളെടുത്തിട്ട് അതിൻ്റെ ആ ഒരു രുചി നമ്മളെപ്പോഴാണ് അറിയുന്നത്? അത് നമ്മൾ ഭക്ഷിച്ചു നോക്കുമ്പോഴാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരു വ്യക്തി മറ്റൊരാൾ അയാളുമായിട്ട് സഹവസിക്കുമ്പോൾ അയാളുടെ സംസാരം, അയാളുടെ ഇടപെടലുകൾ, അയാളുടെ പെരുമാറ്റം, അത് മറ്റുള്ളവർക്ക് കൈപ്പേറിയിട്ടുള്ള അനുഭവമാണോ നൽകുന്നത്, ചവർപ്പാണോ നൽകുന്നത്, അതോ മാധുര്യമുള്ളതാണോ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടുകളിലൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന നമ്മളിലൂടെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ മാധുര്യം മറ്റുള്ളവർക്ക് രുചിക്കാൻ കഴിയണം. നമ്മളോടുള്ള സംസാരം, ഇടപെടലുകൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ഒരു കൈപ്പേറിയ ഓർമ്മകളും അനുഭവങ്ങളുമായിട്ട് മാറ്റാതിരിക്കാൻ നമ്മൾ നോക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഏതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, ആ ഖുർആൻ പഠിക്കുന്ന ഒരു വ്യക്തി, ഒരു മൂമിൻ, അവൻ മാധുര്യമുള്ളവനായിരിക്കും. അവനോട് ഇടപഴകുന്ന ആളുകൾക്ക് ആ ഒരു സഹവാസം, മധുരിക്കുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ് അയാളുടെ മനസ്സിലേക്ക് നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്മെല്ലാണ്. സ്മെല്ലെന്താണ്? മധുരം. സ്മെല്ല് എപ്പോഴും എന്താണ്? അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരാൾ നല്ല സുഗന്ധം പുരട്ടിക്കൊണ്ട് നമ്മുടെ ഈ ഒരു സദസ്സിൽ വരുമ്പോൾ അയാളുടെ ആ ഒരു സാന്നിധ്യം, പ്രസൻസ് ബാക്കിയുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് സ്മെല്ലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഒരാൾ നല്ലൊരു സുഗന്ധം പുരട്ടി വന്നാൽ ആ സുഗന്ധം മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആൻ, നമ്മുടെ ഖുർആൻ പാരായണം, ഖുർആൻ ഹിഫ്ളാക്കൽ, ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതൽ, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഈ ഒരു ഖുർആൻ പഠനം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തതായിട്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സുഗന്ധം പുരട്ടണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചീത്ത സ്മെല്ലുള്ള ആളുകളെ പള്ളിയിലേക്ക്, ഉള്ളിയൊക്കെ തിന്ന് അങ്ങനത്തെ ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്ന വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറയുന്നത് എന്താ കാരണം? ആ ഒരു സ്മെല്ല് തൊട്ടടുത്തുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്നാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വരുന്നത്. മലക്കുകൾക്ക് സുഗന്ധം ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ, ഒരു മൂമിനായിട്ടുള്ള മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അയാളുടെ റൂഹ് പൊതിയുന്ന കഫൻ കുടവ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് കസ്തൂരിയുടെ സുഗന്ധമുള്ള ആ ഒരു കഫൻ കുടവയായിരിക്കും അയാൾക്ക് കൊണ്ടുവരിക. സുഗന്ധം ഒരാളുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടും. ഇന്നും ആരോമ തെറാപ്പി പോലുള്ള പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡുമുണ്ട്. ഒരാളുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ, ഒരാളുടെ വൈകാരികാവസ്ഥകൾക്ക് പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിൽ സുഗന്ധം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ആ ചരിത്രം വായിക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു വിഷാദമായിട്ടുള്ള ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാമയും സന്ധിക്കുന്നതിന് മുമ്പ് തന്നെ ആ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ആ ഒരു സ്മെല്ല് യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് വന്നപ്പോൾ ഖുർആനിലത് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷാദമായിട്ടുള്ള ആ ഒരു രംഗത്ത്, ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ആവേശഭരിതനായിട്ട് തീരുകയാണ് എന്നുള്ളത്. ഉഹദിൽ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് പല സഹാബികളും പാട്ടുപാടിയതെന്താ? ഉഹദിൻ്റെ തായ്വരയിൽ സ്വർഗത്തിൻ്റെ പരിമളം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്മെല്ല് എന്താണ്? ഒരാളുടെ വിഷാദത്തെ ഇല്ലാതാക്കും, ഒരാളെ കർമ്മോത്സുകനാക്കി മാറ്റും, ഒരാളെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാറേണ്ടത് എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ സുഗന്ധം അത് പ്രസരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. വിശുദ്ധ ഖുർആൻ, നമ്മുടെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം മറ്റുള്ളവർക്ക് വിഷാദങ്ങൾ, അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയണം.
പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത് ആ പ്രവർത്തന മേഖലയിൽ ഊർജ്ജസ്വലത, ആവേശം പരത്താൻ നമ്മുടെ ഖുർആനിൻ്റെ പഠനം അതിന് സഹായിക്കണം. കാരണം ഒരു മൂമിൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അയാൾ ഇങ്ങനെ ഖുർആനിലെ ഓരോ ആയത്തുകൾ ഓതുമ്പോൾ വാത്തൽ മാല അലാ ഹുബ്ബിഹി സവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ വബ്നു സബീലി വസ്സായിലീന വഫി റിക്കാബ്, ഈ ആയത്ത് ഇങ്ങനെ ഓതുന്ന ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ നിന്ന്, അയാളുടെ സമ്പത്തിൽ നിന്ന്, അയാളുടെ വാക്കുകളിൽ നിന്ന്, അയാളുടെ കൈകാലുകളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്തുകളെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയും. സ്വന്തം വീട്ടിലുള്ള വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരു മൂമിനിൻ്റെ ആ ഒരു സുഗന്ധം അനുഭവിക്കാൻ ആ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് കഴിയും. അവരുടെ വേദനകളും പ്രയാസങ്ങളും ലഘൂകരിക്കാൻ ആ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സാധിക്കും. തൊട്ടടുത്ത് കുടുംബത്തിലുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്ക് ആശ്വാസമായി തീരാൻ വഫിർ റിക്കാബ് വാത്തൽ മാല അലാ ഹുബ്ബിഹി സവിൽ ഖുർബ എന്ന് പറയുമ്പോൾ ഈ സ്വന്തം അടുത്ത ബന്ധുക്കൾക്ക് അയാളുടെ ആ ഖുർആൻ പഠനം, ആ പ്രയാസപ്പെടുന്ന സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠൻ്റെ മകന്, അല്ലെങ്കിൽ അനിയൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ അമ്മോൻ്റെ മക്കൾക്ക്, പ്രയാസപ്പെട്ട് രോഗിയായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുന്ന സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് ഖുർആൻ പഠിച്ച ഈ വീട്ടിലുള്ള ആളുകളുടെ ആ പഠനം അവർക്ക് ആശ്വാസവും സമാധാനവും അവർക്ക് അത് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് യത്തീമുകൾക്ക്, സ്വന്തം വീട്ടിൽ, സ്വന്തം കുടുംബത്തിൽ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലല്ലാത്ത യത്തീം കുടുംബങ്ങൾക്ക് ഈ ഖുർആനിൻ്റെ പഠനം എന്ത് ചെയ്യും, അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത്. ഖുർആനിൻ്റെ ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും ആ വായിക്കുന്ന ആ മൂമിൻ്റെ സ്വഭാവമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റീഹുഹാ ത്വയ്യിബുൻ, അതിൽ നിന്ന് പ്രസരിക്കുന്ന ആ ഗന്ധം എന്നുള്ളത് അത് വളരെ നല്ല ഒരു ഗന്ധമായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഓതുന്ന ഖുർആനിലെ ഓരോ ഹറഫുകളും, നമ്മൾ ഹിഫ്ളാക്കുന്ന, നമ്മുടെ കൽബി സൂക്ഷിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ സുഗന്ധമായിട്ട് അവർക്കത് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് ഓതിപ്പോകുന്ന ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അയാളോട് അള്ളാഹു ചോദിക്കുകയാണ്, നീ കണ്ടിട്ടുണ്ടോ, നീ കണ്ടോ, അനാഥയെ ആട്ടി ഓടിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു വിമർശിക്കുന്ന ആ ഒരു കൂട്ടരിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ആൾ അനാഥയുടെ കാര്യത്തിൽ അയാൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ വരുന്ന ഫമ്മൽ യതീമ ഫലാ തഖർ വമ്മ സായില ഫലാ തൻഹർ, അനാഥയെ നീ വിരട്ടി ഓടിക്കരുത്, ചോദിച്ച് വരുന്നവനെ നീ നിരാശയോടെ പറഞ്ഞയക്കരുത് എന്ന് വായിച്ചു പോകുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കാണുമ്പോൾ, സ്വന്തം കുടുംബക്കാർ, സ്വന്തം മാതാപിതാക്കൾ ആട്ടിയോടിക്കുന്ന അനാഥകളെ കാണുമ്പോൾ അവിടെ നിഷ്ക്രിയനായിട്ട് ഒന്നും ചെയ്യാതെ മൗനിയായിട്ട് നിൽക്കാൻ വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരു മൂമിനിന് ഒരിക്കലും തന്നെ കഴിയുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോ സെൻറ്ററിൽ ഓരോ ആഴ്ചയും വരുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയും ഒരു യത്തീം കുടുംബം വന്നത്, അവർ പറഞ്ഞത് എന്താണ്, ഭർത്താവ് മരിച്ച് ആ വീട്ടിൽ നിന്ന് പിന്നെ അവർ പറയുന്നത് നീ വീട്ടിൽ നിന്ന് പോവാൻ പറയാണ് ആ കുടുംബത്തോട്, നിനക്കിനി ഇവിടെ ആരുമില്ല. എന്നിട്ട് അവരുടെ കയ്യിലുള്ള 17 പവൻ സ്വർണം അവർ വാങ്ങിവെച്ചു. സ്വന്തം മകൻ മരിച്ചപ്പോൾ സ്വന്തം മകൻ്റെ ഭാര്യയോട്, മക്കളോടുള്ള സമീപനമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അവരുടെയൊക്കെ പേരെന്തായിരിക്കും? അറബി പേരായിരിക്കും. അവർ മത്ത ധരിച്ചിട്ടുണ്ടാകും, അവർ പലരും ദീനിയായിട്ടുള്ള ബാഹ്യമോടികളുള്ളവരായിരിക്കും. എന്നാൽ എന്താണ്, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ നിഷേധിച്ചവനെ നിനക്ക് കാണാൻ നീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു ഫദാലിക്കല്ലദീ യദുൽ യതീം, അനാഥയെ അവഗണിച്ചവനാണവൻ. സ്വന്തം ഉപ്പ മരിച്ചപ്പോൾ, സ്വന്തം വീട്ടിലുള്ള മകൻ മരണപ്പെട്ടപ്പോൾ ആ മകൻ്റെ മക്കളോട്, സ്വന്തം അനിയൻ മരണപ്പെട്ടപ്പോൾ, സ്വന്തം ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോൾ, സ്വന്തം കുടുംബത്തിൽ ഓരോരുത്തരും മരണപ്പെട്ടപ്പോൾ അവരെ ആട്ടിയകറ്റുന്നവർ, സ്വന്തം അയൽവാസി മരണപ്പെട്ടപ്പോൾ ആ വീട്ടിലുള്ള അനാഥകളുടെ കാര്യത്തിൽ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവനാണ് വിശുദ്ധ ഖുർആൻ അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ കുടുംബത്തോട് ആ വീട്ടിൽ നിന്ന് 17 പവനും അവരവിടെ വാങ്ങിവെച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ ആ ഒരു പെൺകുട്ടി, അവിടെ ഉള്ള ഒരു പെൺകുട്ടീനെ അവരവിടെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയെ കാതിലുള്ള ഒരു സ്വർണത്തിൻ്റെ ഒരു ഇതുണ്ട്, അതും തന്നാൽ അതും കൂടി വേണം എന്നുള്ളത്. അത് തന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ
ഞങ്ങൾ വിട്ടുതരൂല എന്ന് പറഞ്ഞിട്ട് ഭീഷണി മുഴക്കി സ്വന്തം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നവർ. ഇങ്ങനെ ഒന്നോ രണ്ടോ വീട്ടിൽ നിന്നല്ല നമ്മൾ ഇങ്ങനെയുള്ള യത്തീമുകൾ, വിധവകൾ നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്നത്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ. ഒരു മൂമിൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അയാളുടെ സുഗന്ധം ആ യത്തീമിനെ ആദരിക്കുന്നതിലേക്ക് അയാളുടെ ആ ഒരു സുഗന്ധം അവിടെ എത്തും. അപ്പോൾ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ഒരു കുട്ടികളെ ആദരിക്കാൻ ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആദരവ് കിട്ടാത്ത, സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രയാസങ്ങളും വേദനകളും മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അവരോട് സംസാരിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും പരിഹാരങ്ങൾ നൽകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഒരു വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള, അത് മനസ്സിലാക്കിയിട്ടുള്ള, അത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മൂമിനാണ് എന്നുണ്ടെങ്കിൽ വലാ തഹാദൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രോത്സാഹനം നടത്തുന്നില്ല. അറൈത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫസാലിക്കല്ലദീ യദൂൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രോത്സാഹനം നടത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന എത്രയോ മിസ്കീനുകൾ, ഓരോ മാസവും ആയിരക്കണക്കിന് മിസ്കീനുകളാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്ന മിസ്കീനുകളുടെ ഭക്ഷണത്തിനു വേണ്ടി അതിനെക്കുറിച്ച് അവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മൂമിനിന് ഒരിക്കലും തന്നെ സാധിക്കാതിരിക്കില്ല. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾക്ക്, യത്തീമുകൾക്ക് വേണ്ടിയിട്ട്, മിസ്കീനുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും പണവും നൽകുന്ന ഒരുപാട് ആളുകൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു സുഗന്ധം, ഖുർആൻ പഠിച്ചതിൻ്റെ ആ ഒരു സുഗന്ധം അവരിലൂടെ പ്രസരിപ്പിക്കുന്നത്, അവരിലൂടെ സമൂഹത്തിലേക്ക് ഒഴുകുന്നത് അനുഭവിക്കുകയാണ് യത്തീമുകളും മിസ്കീനുകളുമായിട്ടുള്ള ഒരുപാട് നമ്മുടെ സെൻറ്ററിൽ വരുന്ന ആയിരക്കണക്കിന് വരുന്ന യത്തീമുകളും വിധവകളും രോഗികളുമൊക്കെ. ഇന്നും ഇവിടെ വന്നിട്ടുള്ള 340 മിസ്കീനുകൾക്ക് ഒരു സഹോദരൻ ഭക്ഷണം നൽകിയിട്ടുണ്ട്. 200ഓളം വരുന്ന യത്തീം കുട്ടികൾക്ക് മറ്റൊരു സഹോദരൻ ഭക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, വിശുദ്ധ ഖുർആൻ വായിക്കുന്നത്, അതിൻ്റെ പരിഭാഷ വായിക്കുന്നത്, അതിൻ്റെ തഫ്സീർ വായിക്കുന്നത്, അതിൻ്റെ തജ്വീദ് പഠിക്കുന്നത്, അത് പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ വ്യാപൃതരായിട്ടുള്ള യഥാർത്ഥ മൂമിനുകൾ, അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മസലുൽ മുഅ്മിനി അല്ലദീ യഖ്റഉൽ ഖുർആൻ കമസലിൽ ഉത്റുജ റീഹുഹാ ത്വയ്യിബുൻ വതഹ്മുഹാ ത്വയ്യിബുൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മൂമിനിൻ്റെ ഉപമ എന്നുള്ളത് ഒരു നാരങ്ങ പോലെയാണ്. അതിന് നല്ല രുചിയാണ്, നല്ല മണമാണ്. അപ്പോൾ ഖുർആൻ പഠിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയോട് ഇടപഴകുന്ന ആളുകൾക്ക് ആ മാധുര്യം അനുഭവിക്കാൻ അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മണം എന്നുള്ളത്, മണം സ്മെല്ലെപ്പോയി മറ്റുള്ളവർക്കാണ് അനുഭവിക്കാൻ കഴിയുക. ഈ അനുഭവം വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ, ആ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സമൂഹത്തിലുള്ള അയാളുടെ അയൽവാസിക്ക് അത് അനുഭവിക്കാൻ കഴിയും, അയാളുടെ കുടുംബക്കാർക്ക് അനുഭവിക്കാൻ കഴിയും, യത്തീമുകൾക്കും മിസ്കീനുകൾക്കും അനുഭവിക്കാൻ കഴിയും. ഈ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സെൻറ്ററിലേക്ക് യത്തീമുകളുടെ കാര്യത്തിൽ പൈസ അയക്കുന്ന സഹോദരങ്ങൾ, അവരുടെ ചെലവിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്ററിൽ വന്നിട്ടുള്ള ഓരോ കുടുംബങ്ങളും എടുത്തു നോക്കിയാൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ, 5 വയസ്സിന് താഴെ 4ഉം 3ഉം കുട്ടികളുള്ളവർ, കുട്ടികളുടെ ഭക്ഷണത്തിനു വേണ്ടി അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അവർ അംഗനവാടിയിലേക്ക്, നഴ്സറിയിലേക്ക് കുട്ടികളെ അയക്കുന്നത് എന്തിനാണ്? അവർക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടുമല്ലോ എന്ന്. ഇത് കുറേ കാലം മുമ്പുള്ളതല്ല. ഇന്നും നമ്മളെ സെൻറ്ററിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുടുംബങ്ങളോട് അവരെങ്ങനെയാണെന്ന് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലേക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണ കിറ്റുകൾ എത്തുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ ഹിഫ്ദ് ചെയ്യണം, അതിൻ്റെ പരിഭാഷ വായിക്കണം, അത് കഴിയുന്ന രീതിയിലൊക്കെ പാരായണം ചെയ്യണം, അതിൻ്റെ തജ്വീദ് പഠിക്കണം, തഫ്സീർ മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ഖുർആൻ പഠിച്ച മൂമിൻ എങ്ങനെയായിരിക്കും എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുകയും വേണമെന്നുള്ളതാണ്. സ്മെല്ലിനെ കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സദസ്സിലേക്കൊരു നല്ല സുഗന്ധം പുരട്ടിയിട്ടുള്ള ഒരാൾ വന്നാൽ അയാൾ വരുന്ന അയാളുടെ പ്രസൻസ്, അയാളുടെ ഇൻഫ്ലുവൻസ് അത് മറ്റുള്ളവർക്ക് ഫീലാവും, അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം അയാൾ ആ സദസ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്.
നല്ല ഒരു അത്തർ പുരട്ടിയ ഒരാൾ നമ്മുടെ ഈ ഒരു സൈഡിലുള്ള ഒരു റൂമിലേക്ക് കയറി കുറച്ചു നേരം അവിടെ ഉള്ളതൊക്കെ വായിച്ച് പോയാൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വന്ന് ആ റൂമിലേക്ക് പോയി കയറി നോക്കുമ്പോഴും ആ ഒരു സ്മെല്ല് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മൂമിനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു മൂമിൻ, വിശുദ്ധ ഖുർആനിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന ഒരു മൂമിൻ, അയാൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി ഖബറിലെത്തിയാലും അയാളുടെ സുഗന്ധം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അയാൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞാലും ആ സുഗന്ധം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇതുപോലുള്ള നന്മകൾ. നമ്മളൊരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഹാത്തിമുൽ ഹസൻ റഹിമഹുല്ല പറഞ്ഞതുപോലെ എല്ലാവരും അവർക്ക് പ്രിയങ്കരമായിട്ടുള്ളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ എൻ്റെ കൂടെ വരിക എന്നുള്ളത് എൻ്റെ ഒരു ഹസനാത്തുകൾ മാത്രമായിരിക്കുമെന്നാണ്. അപ്പോൾ ഈ ഹസനാത്തുകളെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി, ഈ ഹസനാത്തുകളെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു പഠനം മൂലമുണ്ടായിട്ടുള്ള സുഗന്ധം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെൻറ്റർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മളില്ലാതെയായാലും ഈ ഒരു സെൻറ്റർ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ സുഗന്ധം ഇങ്ങനെ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണിത്. ഈ സുഗന്ധം പ്രസരിപ്പിക്കാൻ അറായിത്തുല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, സൂറത്തുൽ മാഊനും സൂറത്തുൽ ഇൻസാനും സൂറത്തുൽ ദുഹയും സൂറത്തുൽ ബഖറയും ഇങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്, അത് വായിച്ചു മനസ്സിലാക്കിയതാണ് നമ്മുടെ സുഗന്ധത്തിൻ്റെ ഉറവിടം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മരിച്ചു ഖബറിലായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സുഗന്ധം അത് നമ്മുടെ ഖബറിലേക്ക് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, ഇവിടെ വരുന്ന എത്രയോ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഈ പ്രയാസപ്പെടുന്ന ഒരു യതീം വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ വേണ്ട രീതിയിൽ പരിചരണമോ ആദരവോ ഒന്നും ലഭിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു വിധവ വരുന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് അവർ മനസ്സിലാക്കുന്നത്, അവർക്ക് നൽകുന്നത് നമ്മൾ രണ്ട് സംഗതിയാണ് പ്രധാനമായിട്ട്. ഒന്ന്, അവരുടെ ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾക്ക്, കടബാധിതനായിട്ടുള്ള ഒരാളുടെ കടം വീട്ടാൻ, ഭക്ഷണമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണത്തിന് പരിഹാരം നൽകാൻ, ഇതിങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള അവർക്കുള്ള വിഭവങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അള്ളാഹുവിനെയാണ് എന്നുള്ളത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭൗതിക ലോകത്ത് എന്ത് പ്രയാസങ്ങളും നഷ്ടങ്ങളും ഇല്ലാഞ്ഞാലും അയാൾക്ക് അതൊന്നും തന്നെ മാനസികമായിട്ട് അയാളെ തളർത്തില്ല. അയാളുടെ ആമാശയത്തിൽ ഭക്ഷണമെത്താത്തതിൻ്റെ ക്ഷീണം അയാളുടെ ശരീരം അനുഭവിക്കുന്നുവെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൽബിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിഭവങ്ങളുടെ കുറവുകൾ അയാളുടെ മനസ്സിനെ തളർത്തുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്യാനുമുള്ളതും അള്ളാഹുവിനെയാണ് ഇവർക്കൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു സുഗന്ധം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയണം. അതോടൊപ്പം ഈ ഖുർആനിലേക്ക് അവരെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്ന ഒരു അമലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ചൈതന്യത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ കൊണ്ട് ഒരു കുട്ടി വിശന്ന് ആഗ്രഹിച്ച് ഭക്ഷണത്തിന് വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സും വയറും നിറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ആ കുട്ടിയുടെ കണ്ണിലുണ്ടാകുന്ന തിളക്കം, ആ കുട്ടിയുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി, ഇതൊക്കെയായിരിക്കും നാളെ നമുക്ക് ഏകാന്തനായിട്ട് നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുന്നത്. ഇങ്ങനെയുള്ള കുറേ ഇമോഷൻസുകളായിരിക്കും, ഇങ്ങനെയുള്ള കുറേ വൈകാരികാവസ്ഥകളായിരിക്കും. നമ്മളൊരു വീട്ടിൽ വന്നപ്പം, ആ വീട്ടിൽ നമ്മളെ കണ്ടപ്പം, അല്ലെങ്കിൽ ആ കിറ്റ് കൊടുത്തപ്പം, അല്ലെങ്കിൽ നമ്മുടെ സംസാരം മൂലം ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വൈകാരികാവസ്ഥകളെ, സംഘർഷഭരിതമായിട്ടുള്ള ആ ഒരു അവസ്ഥകളെ സന്തോഷത്തിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏകാന്തതയിൽ, ഖബറിൻ്റെ ഏകാന്തതയിൽ നമുക്ക് അതൊരു കൂട്ടായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു രീതിയിൽ ഈ നമ്മുടെ സെൻറ്ററിൽ വരുന്ന ഓരോ കുടുംബത്തോട് കുട്ടിയായാലും നമ്മളൊരു മുട്ടായി ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒരു 200 കുട്ടിയൊക്കെ ഒരു പാക്കറ്റ് 2 പാക്കറ്റ് മുട്ടായി എത്ര പൈസ? വളരെ ചെറിയ പൈസ വരുള്ളൂ. നമ്മൾ ഒരാഴ്ച ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഈ കുട്ടിയൊക്കെ മുട്ടായി കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പം ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഇന്ന് ബിസ്മിയിൽ പോയാൽ ബിരിയാണി കിട്ടും, ചായ കിട്ടും, മുട്ടായി കിട്ടും, ഇതൊക്കെ ആ കുട്ടികൾ ഒരു പ്രതീക്ഷയോട് ആഗ്രഹത്തോടു കൂടി വന്നിട്ട് ഇവിടെ നിന്ന് അതങ്ങോട്ട് പൂർത്തീകരിച്ച് അവർ പോകുമ്പോൾ
ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഇവിടെ വരുന്ന യത്തീമുകളായാലും രോഗികളായാലും വിധവകളായാലും ഒക്കെ ഇത് എൻ്റെ പാരത്രിക ജീവിതത്തിലേക്ക് അള്ളാഹു അവിടെ എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ വരുത്തുന്നതിന് വേണ്ടി അള്ളാഹു എനിക്ക് അവസരങ്ങൾ നൽകുന്നതാണ് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇവരോടുള്ള പെരുമാറ്റം, സംസാരം, ഇടപെടലുകൾ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അവസരത്തെ നമ്മൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.